ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായി മാറിയ വ്യക്തിയാണ് അഖിൽ മാരാർ. താരം പലപ്പോഴും കൈക്കൊള്ളുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധ നേടാറുണ്ട്. അടുത്തിടെ വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി പണം നൽകില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലും താരം ശ്രദ്ധ നേടിയിരുന്നു. എല്ലാം തകർന്നുപോയ വയനാട്ടുകാർക്ക് താങ്ങായി 10,000-കണക്കിന് ആളുകളാണ് സഹായവുമായി എത്തുന്നത്. വിദേശത്തെയും സ്വദേശത്തെയും വ്യവസായികളും സിനിമാ താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ നൽകുമ്പോൾ അതിനെതിരെ പരസ്യമായി എത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താൽപ്പര്യമില്ലെന്നായിരുന്നു അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ അവർക്ക് വീട് വെച്ച് നൽകുമെന്നും അഖിൽ പറഞ്ഞു. അഖിൽ മാരാരുടെ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവരുടെ വാ മൂടിക്കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. എന്നാൽ കേസെടുത്തുകൊണ്ടുള്ള നടപടിക്ക് മാരാരുടെ മറുപടി മഹാരാജാവ് നീണാള് വാഴട്ടെ എന്നാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിന് അഖിൽ മാരാർക്കെതിരെ കേസുണ്ടായിരുന്നു. 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി സൈബർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ഇടയിൽ നല്ല പേരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നിർധരരായവർക്ക് 3 വീടുകൾ പണിയെടുത്തു നൽകുകയാണ് തീരുമാനമെന്നും അഖിൽ പറഞ്ഞു. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമില്ലെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും നൽകില്ലെന്നുമെന്ന തരത്തിലായിരുന്നു മാരാരുടെ പരാമർശം. എന്നാൽ ഈ വിഷയത്തിൽ എഴുത്തുകാരൻ NS മാധവൻ പറഞ്ഞ വാക്കുകളും ചർച്ചയാകുന്നുണ്ട്. മാരാരുടെ പണമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നില്ല. അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. പക്ഷേ മറ്റുള്ളവരുടെ പണം സ്വരൂപിച്ചാണ് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുന്നതെങ്കിൽ അത് അഴിമതിയാണെന്നും മാരാരുടെ മേൽ പോലീസിന്റെ കണ്ണ് വേണമെന്നുമാണ് NS മാധവന്റെ വാക്കുകൾ.